പശു വളർത്തലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പല കഷ്ടപ്പാടുകളും പല രീതിയിലുള്ള അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. പശു വളർത്തുക എന്ന് പറയുന്നത് എല്ലാവരും പാലിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഞാൻ സ്നേഹിച്ച് വളർത്തിയപ്പം വേർപെട്ട് പോയപ്പം സങ്കടമായി. ആൾക്കാരെല്ലാവരും കൂടെ അത് ആദ്യമേ പോകുമെന്ന് വിചാരിച്ചു. കാരണം റോട്ടിൽ പോയി കിടന്നിട്ട് വായും കയ്യെല്ലാം നീട്ടി ചാവാറായി രീതിയിലായിരുന്നു. ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകൻ മാത്യു ബെന്നിയെ ഓർക്കുന്നില്ലേ? 10ാം ക്ലാസ് പഠനത്തോടൊപ്പം 22 പശുക്കളെ പരിപാലിച്ചിരുന്ന മാത്യുവിൻ്റെ തൊഴുത്തിൽ ഇക്കഴിഞ്ഞ വർഷാന്ത്യ ദിനത്തിലാണ് കൂട്ടത്തോടെ പശുക്കൾ ചത്തുകിടന്നത്. തലേന്ന് പശുവിന് കൊടുത്ത കപ്പത്തണ്ടിലെ സൈനൈഡായിരുന്നു മരണകാരണം. മാധ്യമങ്ങളിലൂടെ ഈ സങ്കട വാർത്ത അറിഞ്ഞവരെല്ലാം പൊട്ടിക്കരഞ്ഞു. പിന്നീട് കറയില്ലാത്ത വിധം സ്നേഹവും കരുണയും ആ വീട്ടിലേക്ക് ഒഴുകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വിവിധ നാടുകളിൽ നിന്നായി 21 പശുക്കളാണ് മാത്യുവിൻ്റെ കൂട്ടിലെത്തിയത്. ആദ്യം 22 പശുവും കിടാക്കളും ഉണ്ടായിരുന്നു. അതിനെ ഒന്നും പുറത്ത് ഞങ്ങൾ ഒരെണ്ണം പോലും മേടിച്ചിട്ടില്ല. എല്ലാം വീട്ടിൽ 2 പശു തുടങ്ങി അതിൻ്റെ മക്കളും മക്കളുടെ മക്കളും ഇങ്ങനെ 22 എണ്ണം ഉണ്ട്. തലമുറയായിട്ട് ഇങ്ങനെ വന്ന് 22 എണ്ണമായി. അതിൽ 13 എണ്ണം പോയി. പിന്നെ 9 എണ്ണം മിച്ചം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്തവർ സഹായം നല്ലവരായ ആൾക്കാരെ സഹായം ചെയ്ത് അങ്ങനെ 22 പേര് പിന്നെയായി. നഷ്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഈ മാധ്യമനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് വിഷമമുണ്ട്. കാരണം പരിപാലിച്ചുകൊണ്ടിരുന്ന പശുക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും വിഷമമുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട്. അതിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ എപ്പോഴും കാണണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ട്, ദൈവം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴും ഓർക്കണം. അന്ന് വിഷബാധ ഏൽക്കാതെ രക്ഷപ്പെട്ട 9 പശുക്കളും ആളുകൾ സഹായിച്ചു നൽകിയ 11 എണ്ണവും അടുത്ത നാളിലുണ്ടായ പശുക്കിടാവും ഉൾപ്പെടെ 21 കന്നുകാലികളുമായി മാത്യു മുമ്പോട്ട് പോവുകയാണ്. കേൾക്കാം മാത്യുവിൻ്റെ പുതിയ വിശേഷങ്ങൾ. ഇത് അച്ഛൻ മരിച്ചപ്പം ഞാൻ മുന്നോട്ടുള്ള ജീവിതം നോക്കിയപ്പം ഞങ്ങൾക്ക് വേറൊരു തൊഴിലും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ പശു വളർത്തൽ മാത്രമേ അറിയാവുള്ളൂ. ഇനി പശു വളർത്തലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പല കഷ്ടപ്പാടുകളും പല രീതിയിലുള്ള അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. ലാസ്റ്റായിട്ട് വന്ന പ്രശ്നമാണ് കപ്പത്തൊലിയുടെ ഇത്. അതിൽ നിന്ന് 13 എണ്ണം ഞങ്ങൾ വിട്ട് പോയി. പിന്നെ ബാക്കിയുള്ള 9 എണ്ണം മിച്ചമായിട്ട് ജീവനോടെ ഉണ്ട്. പിന്നെ അവര് കുഴപ്പമില്ലാതെ ശരിയായി വന്നു. അത് നേരത്തെ നല്ല മെഴുത്തൂരിന്റെ ഗുണ്ടുമണി കെട്ടിയിരുന്ന അവള് അന്നത്തെ വീഴ്ചയില് കഴുത്തിന്റെ 2 സൈഡിലും നീര് വെട്ടിയിട്ട് അത് പൊട്ടി അതിപ്പോ ചുങ്ങി ശരിയായി വന്നു. അപകടം നല്ല തരണം ചെയ്തല്ലോ അല്ലേ? അതിന്റെ കൊമ്പ് അന്നത്തെ വീഴ്ചയിൽ ഓർമ്മ ഊരി പോയി. അത് ആ റോട്ടിലായിരുന്നു അത് കിടന്നു, നാട് റോട്ടില്. ആൾക്കാരെല്ലാവരും കൂടെ അത് ആദ്യമേ പോകുമെന്ന് വിചാരിച്ചു. കാരണം റോട്ടിൽ പോയി കിടന്നിട്ട് വായും കയ്യെല്ലാം നീട്ടി ചാവാറായി രീതിയിലായിരുന്നു. ഇത് രക്ഷപ്പെടുന്ന അവർ ഓർത്തുമില്ല. കാരണം കൊമ്പും ഊരിപ്പോയി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇത് ആദ്യമേ എഴുന്നേറ്റ് റോട്ടിൽ നിൽക്കുകയായിരുന്നു. പശു വളർത്തുക എന്ന് പറയുന്നത് എല്ലാവരും പാലിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഞാൻ സ്നേഹിച്ച് വളർത്തിയപ്പം വേർപെട്ട് പോയപ്പോൾ സങ്കടമായി. PJ ജോസഫ് MLA തൻ്റെ തൊഴുത്തിൽ നിന്ന് ഒരു ഗർഭിണിയായ കിടാരിയെയാണ് മാത്യുവിന് നൽകിയത്. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയും മൂലമറ്റം ഏരിയ കമ്മിറ്റിയും ചേർന്ന് 3 പശുക്കളെ മാത്യുവിന് നൽകി. കത്തോലിക്ക കോൺഗ്രസ് ആവട്ടെ ഒരു പശുവിനെയും മൂരിക്കിടാവിനെയും സമ്മാനിച്ചു. മന്ത്രി ചിഞ്ചുറാണി 5 പശുക്കളെ മാട്ടുപ്പെട്ടി ഫാമിൽ നിന്ന് സർക്കാരിന്റെ വകയായി എത്തിച്ചു കൊടുത്തിരുന്നു. കർഷക സംഘം നൽകിയ പശു ഈയിടെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്കൊരു സന്ദേശം അതിൻ്റെ അകത്ത് ഉണ്ട്. കാരണം ഞാൻ ഈ ഇടവക വികാരിയാണ്. ഇടവകയിൽ
വേറൊരാൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാകുമ്പോഴും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴും അവരും ചിന്തിക്കുകയാണ് ഇതൊരു സപ്പോർട്ടാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നാട്ടുകാരുണ്ട്, മറ്റുള്ളവരുണ്ട് എന്നുള്ളൊരു വിശ്വാസം മറ്റുള്ളവർക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ വചനത്തിൽ വായിക്കണം, പിന്നിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ ദൈവത്തിന് സാധിക്കും. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്, ദൈവത്തിന് മാത്രമേ അറിയാവൂ. തീർച്ചയായിട്ടും ഇതിനെല്ലാം പിന്നിലൊരു നന്മയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. അതെ, മാത്യു എന്നത് സ്ഥിരോത്സാഹത്തിൻ്റെയും മടുക്കാനാവാത്ത കഠിനാധ്വാനത്തിൻ്റെയും പേരാണ്. ഈ വാക്കും ജീവിതവും നമുക്കും പ്രചോദനമാകട്ടെ.